അസ്സലാമു അലൈക്കും. ഷിബിലി, ഒന്ന് നിന്നേ. ഷിബിലി ഓഡിറ്റോറിയത്തിന് പുറത്തേക്കിറങ്ങിയതും പുറകെ വന്നു നജീബ്. ഷിബിലി എന്താണെന്നുള്ള ഭാവത്തിൽ അയാളെ നോക്കി. നജീബിൻ്റെ മുഖത്തുള്ള വല്ലായ്മ അവൻ ശ്രദ്ധിച്ചു. ഒന്നും തോന്നരുതിട്ടോ, റസിയെ വിവാഹത്തിന് ക്ഷണിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. മോളെ കഥകളൊക്കെ മറ്റുള്ളവർ അറിയുമെന്ന് മുഫീദയുടെ ജീവിതത്തെ അത് ബാധിക്കുമെന്നും അവളുടെ ഉമ്മ പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ. അയാളുടെ വാക്കുകൾ മുറിഞ്ഞു. മുഖം കുനിഞ്ഞു. എനിക്ക് മനസ്സിലാവും. മുഫീദയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലത മാത്രമാവില്ല, തന്നെ പിഴപ്പിച്ചു കടന്നു കളഞ്ഞ മുൻ കാമുകനോടുള്ള പകയും കൂടിയാവും ആ ഉമ്മ അയാൾ സമ്മാനിച്ച മൂത്ത മകളോട് കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. പരിഹാസത്തോടെ ഷിബിലി പറഞ്ഞതും നജീബ് അമ്പരപ്പോടെ അവനെ നോക്കി. ഞാനും ഭാര്യയും മാത്രം അറിഞ്ഞ സത്യം ഇവനെങ്ങനെ അറിഞ്ഞു എന്നൊരു ഭാവം. അയാൾ ഇടിവെറ്റിട്ടതുപോലെ സ്തംഭിച്ചൊരു നിൽപ്പ് നിന്നു. അവിടേക്ക് വന്ന റസിയ ഷിബിലി പറഞ്ഞത് കേട്ട് ഞെട്ടിത്തരിച്ചുപോയി. അവിടെ നിർത്തിയിട്ടൊരു വാഹനത്തിൻ്റെ പിറകിലേക്ക് മറഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ ശരീരമൊന്നാകെ വിറകൊണ്ടു. പേടിക്കണ്ട, എൻ്റെ നാവിൽ നിന്ന് ഇതാരും അറിയില്ല, പ്രത്യേകിച്ച് റസിയ. അവളോട് ഞാനൊരിക്കലും ഇത് പറയാൻ പോകുന്നില്ല. കാരണം ആ പെണ്ണിൻ്റെ കണ്ണു നിറയുന്നത് എനിക്ക് സഹിക്കില്ല. അത്രയ്ക്കും പാവമാണ് എൻ്റെ പെണ്ണ്. അവൾ മനസ്സറിഞ്ഞ് ബാപ്പ എന്ന് വിളിച്ചതും ബഹുമാനം തന്നതും നിങ്ങൾക്കാണ്. മരണം വരെ അവളുടെ ഉള്ളിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ അവളുടെ ഉമ്മയോട് നിങ്ങൾ പറയണം, അവർ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കേണ്ടത് ഈ പാവം പെൺകുട്ടിയല്ലെന്ന്. അവൾക്ക് ഒന്നും അറിയില്ലെന്ന്. എത്ര ഉപദ്രവിച്ചാലും ഇപ്പോഴും നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നൊരു ഹൃദയം അവൾക്കുള്ളിലുണ്ടെന്ന്. അവളെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടർന്നുണ്ടായിരുന്നു. അവരെ കേട്ട് നിൽക്കുമ്പോൾ എത്ര അടക്കി പിടിച്ചിട്ടും റസിയയുടെ നെഞ്ചിൽ നിന്നൊരു കരച്ചിൽ ചിറകടിച്ചുയർന്നു. നിങ്ങൾ പൊയ്ക്കോളൂ, അവിടെ വന്നവരൊക്കെ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവും. റസിയെക്കുറിച്ച് ഓർത്ത് ആർക്കും ഒരു വേദനയും വ്യസനയും വേണ്ടെന്ന് പറഞ്ഞേക്ക്. അവൾ ഇനി നിങ്ങൾക്കിടയിലേക്ക് ഒരിക്കലും വലഞ്ഞു കയറി വരില്ലെന്ന് പറഞ്ഞേക്ക് എല്ലാവരോടും. അവൾക്ക് ഞാനുണ്ടാവും. ഏത് പ്രതിസന്ധിയിലും അവൾക്ക് കൂട്ടായി ഞാനുണ്ടാവും. എൻ്റെ മരണം വരെ അവളെ ഞാൻ തനിച്ചാക്കില്ല. ആണൊരുത്തൻ്റെ ഉറപ്പുള്ള വാക്ക് തന്നെയായിരുന്നു അത്. റസിയെ പോയില്ലേ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവളെ പിന്തുടർന്ന സെഫിയുടെ നെഞ്ചിൽ തന്നെ തളച്ചിരുന്നു ഷിബിലിയുടെ വാക്കുകൾ. ആരും പിടിച്ചു നിർത്തിയതുപോലെ അവരുടെ കാൽപാദം നിശ്ചലമായതും കണ്ണിലുടക്കിയത് വാപ്പൊത്തി കരച്ചിലടുക്കി നിൽക്കുന്നൊരു പെൺകുട്ടിയുടെ രൂപമായിരുന്നു. അവളുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ അവരുടെ ഹൃദയത്തിന് നേരെ വിഷമുള്ളുകൾ എറിഞ്ഞു. ഇതുവരെ തോന്നാത്തൊരു പ്രാണവേദന അവർക്ക് അനുഭവപ്പെട്ടു. റസിയെല്ലാം മറിഞ്ഞിരിക്കുന്നു. കാലടികളെ പറിച്ചെടുത്ത് തിരികെ നടക്കുമ്പോൾ സെഫിയുടെ നെഞ്ചിൽ ഒരു പാറക്കല്ല് എടുത്തു വെച്ചതുപോലൊരു ഭാരം അനുഭവപ്പെട്ടു. തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഒന്നും അറിയാത്ത ആ പാവം പിഞ്ചു കുഞ്ഞിനെ ഞാൻ എന്തിന് ശിക്ഷിക്കണം? ഉള്ളിൽ തെറ്റും ശരിയും കലഹിച്ചു തുടങ്ങിയതിലാവണം അതിഥികളോട് ചിരിക്കുമ്പോൾ സഫിയുടെ ചിരി വികൃതമായി പോയത്. നജീബ് വല്ലായ്മയോടെ അവനിൽ നിന്ന് തിരിഞ്ഞു നടന്നു. അയാൾ വരുന്നതും കണ്ടു റസിയ വാപ്പൊത്തി തേങ്ങലടുക്കി മറഞ്ഞു നിന്നു. ഇത്രയും നാളും ഉപ്പ എന്ന് വിളിച്ചത് ഈ പോകുന്ന മനുഷ്യനെയാണ്. എന്നിട്ടിപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾ തൻ്റെ പിതാവല്ലെന്നോ? സത്യം ഉൾക്കൊള്ളാൻ കഴിയാതെ റസിയുടെ ഹൃദയം വിറകൊണ്ടു. ഇതൊരു ദുസ്വപ്നം മാത്രമായിരുന്നെങ്കിൽ? സ്വപ്നമല്ല, അത് തന്നെയാണ് സത്യം. ഷിബിക്ക ഒരിക്കലും വെറുതെ പറയില്ല. ചെറുകുന്നത്തെ നജീബ് റസിയുടെ ബാപ്പയല്ല, എൻ്റെ ഉമ്മയുടെ ഭർത്താവ്, തൻ്റെ വളർത്തുപ്പ. അത്രയുള്ളൂ റസിയും അയാളും തമ്മിലുള്ള ബന്ധം. പെട്ടെന്നുണ്ടായ നടുക്കം റസിയുടെ ഹൃദയത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തിയിരുന്നു. എത്ര തടഞ്ഞു നിർത്തിയിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വന്തം ഉമ്മ തന്നെ നോവിക്കുന്നതിനും മാറ്റി നിർത്തുന്നതിനുമുള്ള കാരണം ഇതാണെന്നറിഞ്ഞപ്പോൾ ചങ്കു പൊടിയുന്ന വേദന തോന്നുന്നുണ്ടവൾക്ക്. കുറച്ച് നിമിഷങ്ങൾ റസിയ വിതുമ്പുന്ന ചുണ്ടുകളെ കടിച്ചു പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. കണ്ണുകൾ അമർത്തി തുടച്ച് ഷിബിലിയുടെ കാറിന് നേരെ നടക്കുമ്പോൾ അവളുടെ കാലടികൾ ഇടറുന്നുണ്ടായിരുന്നു. താൻ വന്നോടോ? കൂട്ടുകാരി എന്തു പറഞ്ഞു? ഷിബിലി പുഞ്ചിരിയോടെ തിരക്കി. അതിന് മറുപടിയൊന്നും പറയാതെ റസിയ കാറിൽ കയറിയിരുന്നു. അവനോട് എന്തെങ്കിലും സംസാരിച്ചാൽ താൻ കരഞ്ഞു പോകുമെന്നവൾ ഭയന്നു. പെണ്ണിൻ്റെ കവിളിലെ കണ്ണിൽ തുടച്ച പാടുകൾ ഷിബിലി വ്യക്തമായി കണ്ടു. വീട്ടുകാരെ കണ്ടപ്പോൾ ഉണ്ടായ മാനസിക വിഷമം കൊണ്ടാവും റസിയയുടെ മൗനമെന്ന് വിചാരിച്ച് പിന്നെ ഒന്നും ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിച്ചതില്ല. റസിയ സീറ്റിലേക്ക് ചാരി കണ്ണടച്ചിരുന്നു.
ആ നിമിഷം അവളുടെ ഹൃദയം ആർത്ത് കരയുന്നുണ്ടായിരുന്നു. ഷിബിലി കാർ മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം പോയതും അനക്കമില്ലാതെ ഇരിക്കുന്നവളിൽ നിന്ന് അറിയാത്തൊരു തേങ്ങൽ ഉയർന്നതുപോലെ അവന് തോന്നി. അവൾ മയങ്ങിക്കാണുമെന്നാണ് അവൻ കരുതിയത്. പക്ഷേ അവളുടെ കണ്ണുകളിൽ നീർച്ചാൽ നൂല് പോലെ ഒഴുകിയിറങ്ങുന്നത് ഷിബിലി കണ്ടു. അവൻ റോഡരികിലേക്ക് കാർ ഒതുക്കി നിർത്തി. എന്താടോ, താൻ കരിയാണോ? ഷിബിലിയുടെ ചോദ്യം കേട്ടതും റസിയ ഒരു പിടച്ചിലൂടെ കണ്ണു തുറന്നു. മുഖം അമർത്തി തുടച്ചുകൊണ്ടവൻ അവന് നേരെ നോക്കി. അവളുടെ കണ്ണുകൾ കലങ്ങി ചുവന്നത് ഷിബിലി കണ്ടു. എന്തിനാടോ ഇങ്ങനെ കരയുന്നത്? അവരെയൊക്കെ കണ്ടതിൻ്റെ വിഷമം കൊണ്ടാണോ നിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത്? സാരമില്ലടോ, അവരൊക്കെ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. തനിക്ക് എപ്പോൾ വേണമെങ്കിലും അവരെയൊക്കെ വന്ന് കാണാലോ. എന്തിന്? എന്നെ വേണ്ടാത്തവരെ ഞാനെന്തിനു വന്ന് കാണണം? അവൻ്റെ ആശ്വാസവാക്കുകൾ കേട്ടതും റസിയ പുച്ഛത്തോടെ ചോദിച്ചു. ഷിബിലി അവളെ മിഴിച്ചു നോക്കി. അവളോട് അവിടെ നിന്ന് ആരെങ്കിലും മോശമായി പെരുമാറിയോ എന്നാണ് അവൻ ചിന്തിച്ചത്. അവർക്കൊന്നും എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അവരുടെയൊന്നും ആരുമല്ല റസിയ. എൻ്റെ ഉമ്മച്ചിക്ക് വിവാഹത്തിന് മുമ്പ് സംഭവിച്ചു പോയൊരു അബദ്ധം. കുറച്ചുകൂടി വ്യക്തമായി അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിഴച്ചുണ്ടായ മോള്. ഉമ്മ പോലും അങ്ങനെ എന്നെ കണ്ടിട്ടുള്ളൂ. അല്ലല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാണുന്നത്. പിന്നെ ഞാൻ എന്തിനാ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോവണം? അത് പറയുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ വരണ്ട ഒരു പുഞ്ചിരി ഉണ്ടായി. ഉള്ളിൽ തിറങ്ങി നിറയുന്ന നോവ് കാരണമാകാൻ ചിരിക്കുമ്പോഴും അവളുടെ അതിരങ്ങൾ വിരുമ്പി വിറക്കാനായി വെമ്പൽ കൊള്ളുന്നത്. അവളെ കേൾക്കുമ്പോൾ ഷിബിലിക്കൊരു ചങ്കിടിപ്പുണ്ടായി. ഈ പെണ്ണ് ഒരിക്കലും അറിയരുത് എന്ന് താൻ ആഗ്രഹിച്ച് മറച്ചു വെച്ച സത്യം അവൾ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. ആരാണ് അവളോട് പറഞ്ഞത്? റസിയ, നീ എന്താ ഇങ്ങനെയൊക്കെ? ഉള്ളിലെ വിറയിൽ അവൾ മനസ്സിലാക്കാതിരിക്കാൻ പണിപ്പെട്ട് ചോദിക്കുമ്പോൾ ഷിബിലിയുടെ ശബ്ദം ദുർബലമായി. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഷിബിക്ക? എന്തിനാണ് എല്ലാം അറിഞ്ഞിട്ടും ഷിബിക്ക എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ഞാൻ സങ്കടപ്പെട്ടു എന്ന് കരുതിയിട്ടാവില്ലേ? എന്നാലും എന്നോട് പറയായിരുന്നു. അറിഞ്ഞിരിക്കാമായിരുന്നല്ലോ എനിക്ക്. അവരെയൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്ന എൻ്റെ ഹൃദയത്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നല്ലോ എനിക്ക്. അവരൊന്നും എൻ്റെ ആരുമല്ലെന്ന്. റസിയ ചെറുകുന്നത്തെ ആരുമല്ലെന്ന്. എന്നെ പ്രസവിച്ച ഉമ്മയ്ക്ക് പോലും ഞാനൊരു ഭാരമാണെന്ന്. പക്വതയില്ലാത്ത പ്രായത്തിൽ അവർക്ക് പറ്റിയൊരു തെറ്റ്. അന്ന് തൊട്ട് എൻ്റെ ഉമ്മാക്ക് ഞാനൊരു വേദനയാണെന്ന്. റസിയയുടെ തൊണ്ട ഇടറിപ്പോയി. അവരെ പിഴപ്പിച്ച് കടന്നു കളഞ്ഞവനോടുള്ള ദേഷ്യമാണ് അവരെന്നോട് തീർക്കുന്നതെങ്കിൽ ഈ ശല്യത്തെ അവർക്ക് വയറ്റിലിട്ട് തന്നെ കൊന്നു കളയാമായിരുന്നില്ലേ? എങ്കിൽ ആർക്കും വേണ്ടാത്തൊരു പാഴ്ജന്മമായി നീറി നീറി എനിക്കിങ്ങനെ കഴിയണമായിരുന്നു. റസിയയുടെ സ്വരം ഇടറി. കണ്ണിൽ നിന്ന് കണ്ണുനീർ ചിതറിത്തെറിച്ചു. റസിയ! ഷിബിലി ദേഷ്യത്തോടെ വിളിച്ചപ്പോൾ റസിയ നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കി. ആ കണ്ണുകളിലെ നനവ് അവനെ പൊള്ളിച്ചു. ആര് പറഞ്ഞോടി നീ പാഴ്ജന്മമാണെന്ന്? നിന്നെ ആർക്ക് വേണ്ടെന്ന് ആര് പറഞ്ഞോടി മോളെ? അങ്ങനെയൊന്നും പറയില്ലേ മോളെ. എനിക്ക് വേണം നിന്നെ. ആർക്ക് വേണ്ടെങ്കിലും എനിക്ക് വേണം നിന്നെ. ഷിബിലി ആ കൊച്ചു പെണ്ണിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ പെണ്ണുടൽ പനിച്ചാൽ എന്നതുപോലെ ചുട്ടു പൊള്ളുന്നുണ്ടെന്ന് ഷിബിലിക്ക് തോന്നി. നീ വന്നതുകൊണ്ടല്ലേടി നിറം മങ്ങിപ്പോയ എൻ്റെ ജീവിതം മനോഹരായത്. ഉമ്മയില്ലാത്ത എൻ്റെ മോളൂട്ടിക്കൊരു ഉമ്മയുടെ സ്നേഹവും വാത്സല്യവും ലഭിച്ചത്. എനിക്കും എൻ്റെ മോൾക്കും നീ രാജകുമാരിയാണ് പെണ്ണെ. എന്നും എൻ്റെ ചങ്കിൽ നിന്ന് റൂഹ് അകലും വരെ ഞാനുണ്ടാവും നിനക്ക്. അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറി. ഈ മനുഷ്യൻ കൂടി തന്നെ ചേർത്ത് പിടിക്കാൻ ഇല്ലായിരുന്നെങ്കിൽ താൻ ഈ നിമിഷം എങ്ങനെ അതിജീവിക്കുമായിരുന്നു? ഷിബിക്ക് ഇല്ലായിരുന്നെങ്കിൽ ഇക്കാര്യം അറിയുമ്പോൾ താൻ എന്തായാലും തളർന്നു വീണേനെ. റസിയ കണ്ണുനീരിലും ഓർത്തുപോയി. ഇനി ഒന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട എൻ്റെ കുട്ടി. ഈ സമയത്ത് താൻ തളർന്നു പോയാലേ അത് നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ കൂടി ബാധിക്കും. ആർക്കു മുന്നിലും താൻ തോറ്റു പോകരുത്. തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്ക് മുൻപിലെല്ലാം വിജയത്തിൻ്റെ പുഞ്ചിരി അണിഞ്ഞ് ജീവിക്കണം എൻ്റെ പെണ്ണ്. ചിലരോടൊക്കെ പ്രതികാരം ചെയ്യേണ്ടത് അങ്ങനെയാണ്. മൗനമായി പുറത്തു കൊടുക്കലാണ് ഏറ്റവും നല്ല പ്രതികാരം. അതും പറഞ്ഞുകൊണ്ട് ഷിബിലി അവളുടെ നെറ്റിയിൽ മൃദുവായൊന്ന് ചുംബിച്ചു. എന്നിട്ട് ബാക്കി പറ ഉമ്മേ. ഉമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു ഐഷു. ഉയർന്നിരുന്നു. ഉമ്മയുടെ കണ്ണിലെ നനവ് കണ്ടതും ഐഷു ചുളിവ് വീണ അവരുടെ കൈ പിടിച്ചെടുത്ത് അതിൽ മുത്തം വെച്ചു. ഉമ്മച്ചി എന്താ കരയാണോ? ഐഷു കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. ആ ഓർമ്മയിൽ ഇപ്പോഴും കണ്ണ് നിറഞ്ഞു പോയി കുഞ്ഞെ. ഒരു ദീർഘനിശ്വാസത്തോടെ പറയുന്ന ഉമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ ഐഷു തൻ്റെ വിരലുകൊണ്ട് തുടച്ചു മാറ്റി. ഇനി പറ ഉമ്മച്ചി, നമ്മുടെ ഇണക്കുരുവിയുടെ ജീവിതത്തിൽ പിന്നെ എന്ത് സംഭവിച്ചു? ആ നിസാം പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഐഷു ബാക്കി കേൾക്കാനുള്ള ആകാംക്ഷയോടെ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി.
പറയാം. പെണ്ണിൻ്റെ കണ്ണിലെ നിറഞ്ഞ ആകാംക്ഷ കണ്ട് റസിയയുടെ മുഖത്തൊരു പുഞ്ചിരി മുട്ടിട്ടു. ഇതളൂർന്നു വീഴും പോലെ ദിവസങ്ങൾ പൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. റസിയയുടെയും ഷിബിലിയുടെയും പ്രണയം പൂത്തു തളിർത്തു. ആ കുഞ്ഞു കിളിക്കൂട്ടിൽ അവരുടെ പ്രണയത്തിൻ്റെ നറുമണം നിറഞ്ഞു നിന്നു. എല്ലാവർക്കും സന്തോഷം. എന്നാൽ നിസാമിൻ്റെ വീട്ടിൽ സമാധാനം നഷ്ടപ്പെട്ട് ബഹളങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കുഞ്ഞ് നഷ്ടപ്പെട്ടതോടുകൂടി ഷെറിൻ്റെ ഉള്ളിലുള്ള നിസാമിനോടുള്ള പക ഒന്നുകൂടി വർദ്ധിച്ചു. ഒരേ കൂരക്കുള്ളിൽ പോരുകോഴികളെപ്പോലെ നിസാമും ഷെറിനും കഴിഞ്ഞുകൂടി. എപ്പോഴും വഴക്കും വക്കാണവും മാത്രം അവിടെ ഉഴന്നു കേട്ടു. തന്നെക്കൊണ്ട് ആവും പോലെ ഷെറിൻ വാക്കുകൊണ്ടും അല്ലാതെയും നിസാമിനെ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ഇനി വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഷെറിനുമായി ഇണങ്ങാൻ നിസാം പല കാരണങ്ങളുണ്ടാക്കിയെങ്കിലും അവനോട് പൊരുത്തപ്പെടാൻ ഷെറിൻ ഒരുക്കമല്ലായിരുന്നു. സമാധാന സന്ധികളൊക്കെ പരാജയപ്പെട്ടതോടെ നിസാമിന് ഷെറിനോട് കടുത്ത ദേഷ്യമായി. തന്നോട് ഒരു താല്പര്യവും കാണിക്കാത്ത, എപ്പോഴും തന്നെ അവഗണിച്ച് നോവിച്ചും രസിക്കുന്ന, കിടപ്പറയിൽ പോലും ഒരു ഭർത്താവിൻ്റെ പരിഗണന തനിക്ക് നൽകാത്ത ഷെറിനെ നിസാം കൂടുതൽ കൂടുതൽ വെറുത്തുപോയി. റസിയെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും നിസാമിൻ്റെ ജീവിതത്തിൽ ഇല്ലാതായി. അവളെ നഷ്ടപ്പെടുത്തതോർത്ത് അവൻ്റെ ഉള്ളുനീറി പുകഞ്ഞുകൊണ്ടിരുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റിൻ്റെ ഭാരം നെഞ്ചിലേറ്റി ഉള്ളൊരുക്കിക്കൊണ്ട് നിസാമിൻ്റെ ഓരോ ദിനവും കഴിഞ്ഞു പോന്നു. റസിയെ ഒന്ന് കാണാനും ചെയ്തു പോയ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അവളെ ഇനിയും തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അയാൾ അതിയായി ആഗ്രഹിച്ചു. പക്ഷേ റസിയെ തനിച്ചെന്ന് കാണാനുള്ള അവസരം പോലും അവന് നൽകാതെ അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവളുടെ പ്രിയപ്പെട്ടൊരാൾ ഒപ്പമുണ്ടായിരുന്നു. അവളെ കാണാനും ഒന്ന് മിണ്ടാനും തക്കം പാർത്തിരുന്ന നിസാമിന് ഒരവസരം പോലും വീണ് കിട്ടിയില്ലെന്ന് വേണം പറയാം. കടുത്ത മാനസിക വിഷാദം അനുഭവപ്പെട്ട നിസാം ഒരു മനോരോഗ വിദഗ്ധൻ്റെ സ്ഥിരം പേഷ്യൻ്റായി. അവിടെ വെച്ച് അവൾ റസിയയുടെ ആദ്യ ഭർത്താവ് മൻസൂറിനെ കാണാനിടയായി. മാനസിക രോഗിയായ അയാളുടെ ഭാര്യയുമായി വന്നതാണ് അയാളെന്നും വിവാഹത്തിന് മുമ്പ് അവളുടെ വീട്ടുകാർ രോഗവിവരം അറിയിക്കാതെ മറച്ചുവെച്ചുവെന്നും ഇല്ലാത്ത രോഗത്തിൻ്റെ പേരും പറഞ്ഞ് മുൻപ് റസിയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ താനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമുള്ള സത്യം മൻസൂർ നിസാമിനോട് തുറന്നു പറഞ്ഞു. അത്രയും കൂടി കേട്ടതോടെ നിസാം ആ നിമിഷം തന്നെ റസിയ എന്ന പെണ്ണിനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു. റസിയയുടെ മുഖം കാണുന്നത് പോലും വെറുപ്പായിരുന്ന നിസാം അവളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങി നിൽക്കുക പതിവായി. വലിയ വയറുമായി മോളൂട്ടിയോടൊപ്പം വൈകുന്നേരം മുറ്റത്തൂടെ നടക്കുന്ന റസിയെ കാണുമ്പോൾ നിസാം തൻ്റെ കുഞ്ഞിനെ ഓർക്കും. താൻ നഷ്ടപ്പെടുത്തിയ തൻ്റെ പെണ്ണും കുഞ്ഞും. ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം അയാളുടെ നെഞ്ചിനകത്തെ വേദനിപ്പിക്കുന്നത് അപ്പോഴാണ്. ഷെറിൻ്റെ കുത്തുവാക്കുകളും റസിയെക്കുറിച്ചുള്ള നഷ്ടബോധവും നിസാമിനെ കൂടുതൽ തളർത്തി. ഒടുവിൽ ജീവിതം തന്നെ മടുത്തു തുടങ്ങിയതും നിസാം മദ്യത്തിൽ അഭയം തേടി. എന്നാൽ നിസാമിനേക്കാൾ ഇരട്ടിയായി നഷ്ടപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന മറ്റൊരു ജന്മം കൂടി ആ വീട്ടിലുണ്ടായിരുന്നു. ഹംസ. ഭാര്യയും മക്കളും വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സ്വത്തുവകകളും എല്ലാം ഊർന്നു പോയതോടെ അയാൾ തകർന്നു. വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന അയാളെ തേടി മറ്റൊരു അതിഥി കൂടി വന്നെത്തി. ക്യാൻസർ അയാളുടെ തൊണ്ടയെ കാർന്നു തിന്ന് തുടങ്ങിയിരുന്നു. അറിഞ്ഞപ്പോഴേക്കും 4th സ്റ്റേജിലേക്ക് എത്തിയതുകൊണ്ട് ചികിത്സ കൊണ്ടൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതി. ഭാര്യയെ തൻ്റെ രോഗവിവരം അറിയിക്കാൻ വേണ്ടി ചെന്ന അയാളെ കാത്തിരുന്നത് മറ്റൊരു വാർത്തയാണ്. ഇഷാമിനെ ദുബായിലൊരു ജോലി ശരിയായെന്നും അവൻ ദുബായിലേക്ക് പോയപ്പോൾ ആ കൂടെ ബാനുവിനെയും നബീസുമ്മയെയും കൂടെ കൊണ്ടുപോയി എന്നും. അതോടെ അയാളുടെ തകർച്ച പൂർണ്ണമായി. തൻ്റെ പ്രിയപ്പെട്ടവളോട് ചെയ്തു പോയ ദ്രോഹത്തിനൊക്കെയും മാപ്പ് ചോദിക്കാനും മരിക്കും മുമ്പ് ഒരു വട്ടമെങ്കിലും സ്നേഹത്തോടെ പുന്നാരി ബീവിയെ ഒന്ന് ചേർത്ത് പിടിച്ച് നാളിതുവരെയും നൽകാൻ കഴിയാത്ത സ്നേഹമെല്ലാം നിറച്ച് ആ നെറുകയിലൊരു ചുടുമൊത്തം നൽകാനുമുള്ള ആ ആഗ്രഹങ്ങൾ വിങ്ങി നിറഞ്ഞ് അയാളുടെ ഹൃദയത്തെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. ആ വീടിൻ്റെ ഇരുട്ടറയിൽ മരുന്നിൻ്റെ രൂക്ഷഗന്ധമുള്ള വായുവും ശ്വസിച്ച് കടുത്ത വേദനയും തിന്ന് വലിഞ്ഞൊട്ടിയൊരു ദേഹവുമായി അയാൾ മരണത്തെ കാത്തു കഴിഞ്ഞു. കുത്തിക്കീറുന്ന വേദന വന്ന് തൊണ്ടയെ മുറിക്കുമ്പോൾ അയാൾ കഴിഞ്ഞ കാലം ഓർക്കും. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി താൻ തച്ചുടച്ച വേദനിക്കുന്ന ജീവിതങ്ങളെ ഓർക്കും. താനും തൻ്റെ മകനും ചേർന്ന് തല്ലിക്കൊഴിച്ചൊരു പാവം പെൺകുട്ടിയുടെ തേങ്ങൽ ആ മുറിക്കുള്ളിൽ അയാളുടെ കാതുകളിൽ തുളച്ചു കയറും. ആ പെൺകുട്ടിയോട് ഇനിയൊരു മാപ്പ് പറയാൻ പോലും ആവതില്ലാത്തൊരു എല്ലിൻ കോലമായി താൻ മാറിയിരിക്കുന്നു എന്നോർക്കുമ്പോൾ അയാളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരു അപശബ്ദം പുറപ്പെടും. അപ്പോഴെല്ലാം അയാളുടെ കുഴിഞ്ഞു പോയ കൺതടങ്ങളിലൂടെ ഒരു നീർച്ചാൽ ഒഴുകിയിറങ്ങും. പൊന്നുമോളെ മാപ്പ്. അയാളുടെ ഹൃദയം അലമുറയിടും. ഒരു വെള്ളിയാഴ്ച ദിവസം. ഇന്നാണ് റസിയയുടെ ഡെലിവറി ഡേറ്റ്.
രാവിലെ 8 മണിക്ക് മുൻപേ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അവരെല്ലാം അതിനുള്ള ഒരുക്കത്തിലാണ്. റസിയ സുബൈ ബാങ്കിന് മുമ്പ് ഉണർന്ന് കുളിച്ചു. ബാങ്ക് വിളിച്ചതും അവൾ മുസല്ല വിരിച്ച് സുബൈ നിസ്കരിച്ചു. ഇരു കൈയും മേൽപോട്ട് ഉയർത്തി നാഥനോട് കരഞ്ഞു. ദുഹാ ചെയ്തതെത്രയും തൻ്റെ കുഞ്ഞിനു വേണ്ടിയായിരുന്നു. പെറ്റുമ്മ കൂടെയില്ലെങ്കിലും ഉമ്മയായി ഐഷുമ്മയുണ്ട് അവൾക്ക്. ഒരു കൂടപ്പിറപ്പിനെ പോലെ സാബിത്തയും നിഷ്വയും. ഷിബിലി 2 മാസമായി വിദേശത്താണ്. ഗൾഫിൽ ഒരു സുഹൃത്തുമായി ചേർന്ന് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. മോളുട്ടിയെയും റസിയയും പിരിഞ്ഞിരിക്കുന്നതിന് വലിയ വേദന തന്നെയാണെങ്കിലും റസിയ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയം താനൊന്ന് അകന്നു നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അവന്. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും താനും തൻ്റെ പ്രണയവും അതിരി വിട്ട് എന്തെങ്കിലും ചെയ്ത് ആ പെണ്ണിനൊരു ശല്യമായാലോ എന്നൊരു തോന്നലിലാണ് ഈ യാത്രക്ക് തയ്യാറായത്. റസിയയുടെ ഡെലിവറിയുടെ അന്ന് സർപ്രൈസായി നാട്ടിലേക്ക് എത്തണമെന്നാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രസവം കഴിഞ്ഞ് അവളൊന്ന് ഓക്കെ ആയാൽ ഉടനെ നിക്കാഹാണ്. തൻ്റെ കൽബിൻ്റെ പാതി അവളെ അണിയിക്കാനുള്ള മഹറും വാങ്ങി വെച്ചവൻ ദിനവും എണ്ണി കാത്തിരിപ്പാണ്. ചില കാത്തിരിപ്പുമുണ്ടൊരു സുഖം. നേരി വെച്ച് തടിച്ച കാലുമായി പതിയെ ചുവട് വെച്ചവൾ ടേബിളിന് മുകളിലിരിക്കുന്ന തൻ്റെ ഫോൺ കയ്യിലെടുത്ത് നോക്കി. ഷിബിക്ക് ഇന്നലെ തൊട്ട് വിളിച്ചിട്ടില്ലല്ലോ. എന്ത് പറ്റിയതാണാവോ? അയച്ച മെസ്സേജിന് മറുപടിയില്ല. ആ തിരക്കായിരിക്കും. എന്നാലും ഒരു ദിവസം പോലെ വിളിക്കാതെ ഇരിക്കാറില്ല. രാത്രി വിളിച്ചാൽ പാതിര വരെ കുറുകിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇന്നിപ്പോൾ എന്ത് പറ്റിയതാ? ആളോടൊരു സലാം പറയാതെ ആ സ്വരമൊന്ന് കേൾക്കാതെ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവും? റസിയയുടെ വെളുത്ത മുഖത്തൊരു നിരാശ നേലിച്ചു. എന്താ റസിയത്താ, പേടിയുണ്ടോ നിങ്ങൾക്ക്? അവളുടെ മുഖത്തെ വാട്ടം ശ്രദ്ധിച്ച് നിഷ്വ ചോദിച്ചു. ഏയ് പേടിയൊന്നുമില്ല നെച്ചൂസേ. ഡെലിവറിയുടെ കാര്യമെല്ലാം ഞാൻ ഇലാഹിന് വിട്ടുകൊടുത്തതാണ്. റസിയ പുഞ്ചിരിയോടെ പറയാൻ ശ്രമിച്ചു. പിന്നെ എന്താണ് ഇപ്പോഴത്തെ ടെൻഷൻ? ചുണ്ടിൽ ഊറിക്കൂടിയ കള്ളച്ചിരി മറച്ചു പിടിച്ച് നിഷ്വ ചോദിച്ചു. അത് പിന്നെ ഷിബിക്ക ഇന്നലെ തൊട്ട് വിളിച്ചിട്ടില്ല. തിരക്കാവുമെന്ന് അറിയാം. എന്നാലും റസിയയുടെ ശബ്ദം പതിഞ്ഞു. മുഖം കുനിഞ്ഞു. അബ്ബ ഇപ്പോൾ ഉമ്മുമ്മയെ വിളിച്ചല്ലോ. മോളുട്ടിയോട് മിണ്ടി. മോളൂട്ടി പെട്ടെന്ന് പറഞ്ഞതും റസിയ കുഞ്ഞിനെ ഒന്ന് നോക്കി. എന്നിട്ട് എന്താ മോളൂട്ടിയോട് അബ്ബ പറഞ്ഞത്? മേമിയെ ചോദിച്ചില്ലേ അബ്ബ? എന്താ എന്നോട് മിണ്ടാത്തേ? അവൻ വിളിച്ചെന്നത് കേട്ടതും ആവേശത്തോടെ അവളിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു. മേമിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് ഉമ്മൂമ്മ പറഞ്ഞതാ. അബ്ബ വേണ്ടാന്ന് പറഞ്ഞു. മോളൂട്ടി ചുണ്ട് പിളർത്ത്. എന്തേ എന്നോട് മാത്രം? ആ പെണ്ണിൻ്റെ കൽബൊന്നു പിടഞ്ഞു. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ കാറിലൂടെ ഒഴുകിപ്പരക്കുന്ന മധുരശീലുകൾക്ക് കാതോർത്തുകൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ടച്ചിരിക്കുമ്പോൾ ഷിബിലയെ ഓർത്ത് റസിയുടെ ഹൃദയം വല്ലാതെ വിങ്ങി. കണ്ണിൽ പൊടിഞ്ഞൊരു നീർത്തുള്ളി കവിളിനെ ചുംബിച്ചിറങ്ങിയതും റസി അത് മറ്റാരെങ്കിലും കാണും മുമ്പേ തുടച്ചു മാറ്റിയിരുന്നു. എന്തേ മോളെ, മോൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? റസിയുടെ കണ്ണീർപ്പാടുണങ്ങിയ കവിളിലേക്ക് നോട്ടമിട്ട് ഐഷുമ്മ ചോദിച്ചു. ഇല്ലുമ്മ, ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തു. റസിയ ഉള്ളിലെ വിങ്ങൽ മറച്ചു പിടിച്ച് അവരെ നോക്കി പുഞ്ചിരിച്ചു. സങ്കടമൊന്നും വേണ്ടട്ടോ, ഞങ്ങളൊക്കെ ഇല്ല മോൾക്ക്. പഠിച്ചോനെ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ്റെ പരീക്ഷണങ്ങളെയെല്ലാം ക്ഷമയോടെ അതിജീവിച്ചുകളല്ലേ എൻ്റെ കുഞ്ഞ്. നിന്നെ ഇനി അവൻ എടങ്ങാറാക്കൂല. ഉമ്മാൻ്റെ പ്രാർത്ഥന എപ്പോഴും മോൾക്കുണ്ട്. ഐഷുമ്മ റസിയുടെ കൈ പിടിച്ചുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു. ഷിബിക്ക പിന്നെ വിളിച്ചില്ലല്ലോ ഉമ്മ. ലേബർ റൂമിലേക്ക് പോകും മുമ്പ് ഐഷുമ്മയുടെ മുഖത്ത് പ്രതീക്ഷയോടെ നോക്കി ചോദിച്ചു റസിയ. അവളുടെ നിരാശയിൽ കുതിർന്ന ചോദ്യം കേട്ട് ഐഷുമ്മക്ക് അലിവ് തോന്നി. ഇല്ല മോളെ, അവൻ വിളിച്ചോളും. മറുപടി കേട്ട് ആ മിഴികളിലെ തിളക്കം മങ്ങിയത് ഐഷുമ്മ ശ്രദ്ധിച്ചു. പാവം പെണ്ണ്, അവൻ്റെ ഒരു സർപ്രൈസ്. ഓനിങ്ങ് വരട്ടെ, നല്ലോണം കൊടുക്കുന്നുണ്ട് ഞാൻ. പള്ളയിലുള്ള പെണ്ണിനെ സങ്കടപ്പെടുത്തിയിട്ടാണല്ലോ അവൻ്റെ ഈ കുഞ്ഞുകളെ. ഷിബിലിയോട് തോന്നിയ അമർഷം കൊണ്ട് ഐഷുമ്മ മുറുമുറുത്തു. ആ, ഇപ്പോൾ കുറച്ച് സങ്കടപ്പെട്ടാലും സാരില്ല. ഇന്നോളം കണ്ട കിനാവുകളൊക്കെ പുലരാൻ പോവല്ലേ. ഇനിയുള്ള നാളുകളിൽ എന്നും സന്തോഷത്തോടെ കഴിയാമല്ലോ 2 പേർക്കും. തൊട്ടടുത്ത നിമിഷം ഐഷുമ്മ പുഞ്ചിരിയോടെ ഓർത്തു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. നമ്മുടെ കഥ ലാസ്റ്റ് പാർട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. 2-3 പാർട്ട് കഴിഞ്ഞ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അസ്സലാമു അലൈക്കും.